പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ശിവോഹം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ കാഞ്ഞിരേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കാഞ്ഞിരേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ കാണൂ. ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ഇതിൻ്റെ അധികാരികൾ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വർണ്ണിച്ച് പറയാത്തത് കേട്ടോ. നമുക്കെന്നാൽ കാഴ്ചകൾ കണ്ടു വന്നാലോ. നല്ല നമസ്കാരം. ശിവോഹം. കാഞ്ഞിരേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഒരു മട്ടന്നൂരിന്ന് വരുമ്പോൾ പിന്നെ ഉരുവച്ചാലിറങ്ങി എടപ്പഴശ്ശി കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ ദൂരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പിന്നെ വിഷ്ണുവാണ് പ്രധാനം, ഭഗവതി, പിന്നെ ശിവൻ, ഗണപതി, ഇങ്ങനെ 4 ദേവന്മാരാണ് ഉള്ളത്. പിന്നെ രാവിലെയും വൈകുന്നേരം എപ്പം നിത്യപൂജയുണ്ട് എല്ലാ ദിവസവും. മേൽശാന്തി ശ്രീരാജ്, പിന്നെ ഒരു ക്ലർക്കുണ്ട് ധന്യ എന്ന പേര്, പിന്നെ ഒരു കഴകം മുരളീകൃഷ്ണൻ, പിന്നെ ഒരു അടിച്ചുകളി, അങ്ങനെ പ്രേമജ, അങ്ങനെ 4 ഉത്സവം. പിന്നെ ഏപ്രിൽ മാസം മേടമാസത്തിൽ കാർത്തിക നക്ഷത്രത്തിലാണ് പിന്നെ അമ്മേൻ്റെ ഭഗവതീൻ്റെ ഉത്സവം നടത്തുന്നത്. കാർത്തിക നക്ഷത്രമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം വിഷ്ണുവിൻ്റെ ഉത്സവം ഉണ്ടാവും, കാർത്തിക ദിവസത്തിൻ്റെ തലേ ദിവസം. എത്ര ദിവസമാണ്? അപ്പോൾ അന്നൊരു വിഷ്ണു പിന്നെ ഉത്സവം, പിറ്റേന്ന് കാർത്തിക നക്ഷത്രത്തിന് അമ്മേൻ്റെ പിന്നെ കാർത്തിക പാട്ട് എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ രൂപം വരച്ചിട്ട് കളം മായ്ക്കും. പിന്നെ അന്നദാനം ഉച്ചക്ക് കഞ്ഞിയാണ് ഉണ്ടാവുക. കഞ്ഞി, ചക്കപ്പുഴുക്ക്, വെള്ളരിക്കപ്പുളിയും കറി, പിന്നെ ചെറുപയർ, മമ്പയർ അങ്ങനെ ഇട്ടിട്ടുള്ള കായ് അങ്ങനെയെല്ലാം ഇട്ടിട്ടുള്ള ഒരു പുഴുക്ക്, പിന്നെ പപ്പടം, പിന്നെ അങ്ങനെയാണ് ഉണ്ടാവുക. രാത്രി പിന്നെ സാധാരണ പിന്നെ സാമ്പാർ ചോറാണ്. കലാപരിപാടികളുണ്ടോ? കലാപരിപാടി ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നേർച്ച കഴിക്കുന്നുണ്ടെങ്കിൽ പിറ്റേന്നുണ്ടാവും. അങ്ങനെ അധികം എല്ലാ കൊല്ലവും ഉണ്ടാകാറുണ്ട്. 2-3 എല്ലാം ആയിട്ട് നേർച്ച. എൻ്റെ പേര് പ്രേമജ. എൻ്റെ ഫോൺ നമ്പർ 99 46 67 97 98. ഇവിടുത്തെ ചെയർമാൻ്റെ പേര് നന്ദനൻ. അവരുടെ ഫോൺ നമ്പർ 80 75 08 66 31. ഇവിടെ പ്രധാന അമ്പലം ഈ കാഞ്ഞിരേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ്. അതിൻ്റെ അമ്പലങ്ങളായിട്ട് കാറോത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം, പിന്നെ ഈശ്വരത്ത് ശിവക്ഷേത്രം, മേലെടുത്ത് ശ്രീ വിഷ്ണു ക്ഷേത്രം, എങ്ങനെയാണ് അമ്പലങ്ങളായിട്ടുള്ളത്. ഇവിടെ അടുത്തന്നെ മാലൂരല്ലേ? ഇവിടെ കുറേ രാവിലെയും സമയം 6 മുതൽ 9 വരെ രാവിലെ, വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ.
ബന്ധപ്പെട്ട കാഞ്ഞിലേരി എന്ന പ്രദേശത്താണ് ഈ ക്ഷേത്രം. കാഞ്ഞിലേരിയുടെ പഴയ പേര് കലശഗിരി എന്നാണ്. അതായത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ പുറകുവശം വലിയൊരു ജലസ്രോതസ്സാണ്. അതാണ് കലശം. പഴയ പാലാഴി മദനകാലത്ത് കിട്ടിയ കലശം കമഴ്ത്തിയ സ്ഥലം എന്നാണ് നാട്ടുകാർ വിശ്വസിച്ച് പോയിരുന്നത്. ഏത് വേനൽക്കും വറ്റാത്ത ഉറവകളുടെ ഒരു മലയാണ്. മലയുടെ താഴ്വാരത്താണ് ഈ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കലശഗിരി പ്രദേശത്ത് തന്നെ മറ്റ് 3 ക്ഷേത്രങ്ങളും കൂടിയുണ്ട്. ഒന്ന് കാറോത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം, മറ്റേത് മേലയെടുത്ത് മഹാവിഷ്ണു, പിന്നെ ഈശ്വരോത്ത് മഹാദേവൻ്റെ ക്ഷേത്രം. ഈ മഹാവിഷ്ണു ക്ഷേത്രം എന്നതിൽ പ്രധാനപ്പെട്ട ശ്രീകോവിൽ മഹാവിഷ്ണുവിൻ്റെ ഇതാണ്. പഴയ കാലത്തുള്ള റൗണ്ട് ശ്രീകോവിൽ ചെമ്പടിച്ച് ഏതോ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചെമ്പടിച്ചൊരു ശ്രീകോവിലാണ് മഹാവിഷ്ണുവിൻ്റെത്. അതിന് തൊട്ട് തന്നെ ശിവൻ്റെ ശ്രീകോവിലുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഗണപതിയുടെ സ്ഥാനമുണ്ട്. പിന്നെ ഭഗവതിക്കാണ് ഇവിടെ കാർത്തിക പാട്ട് ഉത്സവമൊക്കെ നടത്തുന്നത് ഭഗവതി ഇതായിട്ടാണ്. ഈ ക്ഷേത്രം ഈ അടുത്ത കാലത്ത് പേരെടുത്ത് വന്ന മൃദംഗശൈലേശ്വരിയിൽ പോകുന്ന റൂട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം മാറിയാണ്. ശിവപുരം സ്ഥലത്ത് 1 കിലോമീറ്റർ മാറിയാണ്. ഈ ഒരു ക്ഷേത്രത്തിന് പഴശ്ശി രാജാവിൻ്റെ കുടുംബവുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. പഴശ്ശി കോവിലകം 1 കിലോമീറ്റർ മാറിയാണ് പഴശ്ശി കോവിലകം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ കാലത്ത്, പഴയ കാലത്ത് നിർമ്മിച്ചതായിരിക്കാനാണ് സാധ്യത. ഇതിൻ്റെ വർഷം ഒരിക്കലും കണക്കാക്കാൻ പറ്റാത്ത അത്രയും പഴക്കമുണ്ട് അതിൻ്റെ നിർമ്മാണം കണ്ടാൽ. അതിൻ്റെ ശ്രീകോവിലിൻ്റെ ശ്രീകോവിലിൻ്റെ ചെങ്കലിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക കല്ല്, ഒരു വെള്ള നിറത്തിലുള്ള കല്ല് ഡിസൈനായി പതിപ്പിച്ചിട്ട് കണ്ടു. അത് ഇപ്പോഴത്തെ ഈ കല്ല് ആശാരിമാർ പറയുന്നത് അതിപ്പം ലഭ്യമല്ലാത്തൊരു വളരെ വിശേഷപ്പെട്ട ഒരു കല്ലാണെന്ന്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ സ്ഥാനമാണ് ഏറ്റവും വലിയ. സാധാരണ വാഹനങ്ങൾക്കെല്ലാം എത്തിപ്പെടാൻ ചെറിയ പ്രയാസം ഉണ്ടെങ്കിലും എത്തിപ്പെട്ടാൽ തിരിച്ചു പോകാൻ പറ്റാത്തൊരു ഒരു എനർജി കിട്ടുന്നൊരു സ്ഥാനമാണ് അതിൻ്റെ അമ്പലത്തിൻ്റെ. ചുറ്റും വെള്ളത്താലും കൈകൊണ്ട് മുക്കിയെടുക്കാൻ പറ്റുന്ന ലെവലിലാണ് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെയൊക്കെ അളവ്. അത്രയും ചൈതന്യവത്തായ ഒരു ക്ഷേത്രമാണ് കാഞ്ഞിലേരി മഹാവിഷ്ണു ക്ഷേത്രം. അതിൻ്റെ ഉപക്ഷേത്രമില്ലേ? അതിൻ്റെ കൂടെയുള്ള ക്ഷേത്രങ്ങളാണ് നേരത്തെ പറഞ്ഞത്. തൊട്ടടുത്ത് തന്നെയാണ് മേലെടുത്ത് മഹാവിഷ്ണു. അത് നരസിംഹമൂർത്തി അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ കുറച്ച് മാറിയാണ് കാറോത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം. ഉണ്ണിക്കണ്ണൻ, കയ്യിൽ 2 കൈയിലും വെണ്ണയേന്തിയിട്ടുള്ള കണ്ണൻ്റെ പ്രതിഷ്ഠ, ശിശുവായിട്ടുള്ള കണ്ണൻ്റെ പ്രതിഷ്ഠയാണ്. വളരെ അപൂർവമായിട്ടുള്ളൊരു ക്ഷേത്രമാണത്. ഈ അടുത്ത കാലത്ത് ഒരു 3-4 മാസം മുമ്പെയാണ് നവീകരണ കാര്യങ്ങളൊക്കെ ചെയ്ത് പുനഃപ്രതിഷ്ഠ നടത്തിയത്. ഇനി അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറച്ച് വടക്ക് കിഴക്ക് മാറിയാണ് ഈശ്വരോത്ത് മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നവീകരണത്തിൻ്റെ പാതയിലാണ്. ഓരോരോ കമ്മിറ്റികൾ ഏറ്റെടുത്ത് അതാത് പ്രദേശത്തുള്ള ഭക്തന്മാർ ഏറ്റെടുത്ത് നാട്ടുകാരുടെയും പുറത്തുനിന്നുള്ളവരെയും സഹായം കൊണ്ട് നല്ല നിലയിൽ നവീകരണം നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടിയുള്ള മലബാർ ദേവസ്വം ബോർഡ് ട്രസ്റ്റി ബോർഡിൻ്റെ കാഞ്ഞിലേരി ദേവസ്വത്തിൻ്റെ ചെയർമാനാണ് ഞാൻ. അതുകൊണ്ട് ഈ ക്ഷേത്ര ദർശനം അത്രയും പുണ്യദായകമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. സമയം, അതിൻ്റെ പൂജാസമയം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ 6 മണിക്ക് നട തുറക്കും. 10 മണി വരെ ഉണ്ടാവും. 4 ദേവതകളാണുള്ളത്. വൈകുന്നേരം 5:30 തുറന്ന് 7 മണിയാകുമ്പോൾ അടക്കും. ഈ കാറോത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം ഇതേ സമയം തന്നെയാണ് പാലിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ അടുത്ത്. എന്നാൽ ഈശ്വരോത്തും മേലെടുത്തും ആഴ്ചയിൽ 1 ദിവസമേ ഇപ്പം പൂജയുള്ളൂ, നിത്യപൂജയില്ല. മേലെടുത്ത് വ്യാഴാഴ്ച ദിവസവും ഈശ്വരോത്ത് ഞായറാഴ്ച ദിവസമാണ് ഇപ്പം പൂജ നടക്കുന്നത്. പിന്നെ ഇനി ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കാർത്തിക പാട്ടാണ് വിശേഷം എന്ന് പറഞ്ഞല്ലോ. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയും പിന്നെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമാണ് പ്രധാനം. ഈ വർഷം 15ാമത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമാണ് നടക്കാൻ പോകുന്നത്. ഡിസംബർ 21 തൊട്ട് 28 വരെയാണ്. 21 മുതൽ 28ൻ്റെ ഇടയിലാണ് ധനുപ്പത്ത് വരുന്നത്. ധനുപ്പത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിശേഷ ദിവസമാണ്. ഉത്സവം 2 ദിവസമല്ലേ? മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം 2 ദിവസമാണ്. കാർത്തികപ്പാട്ട് ഉത്സവം, കളമരിയിലും കാർത്തികപ്പാട്ട് ഉത്സവമാണ് ഗംഭീരമായി നടക്കുന്നുണ്ട്. നല്ല സഹകരണത്തോടെ നടക്കുന്നുണ്ട്. സപ്താഹത്തിന് അന്ന് പ്രത്യേകത ഒന്നുമില്ല.
ഇതിലേക്ക് എത്തിപ്പെടാനുള്ള വഴി കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ കൂത്തുപറമ്പിലോ മട്ടന്നൂരോ എത്തി കരേറ്റ വഴി കാഞ്ഞിരേരി എത്തിപ്പെടാം. ഉരുവച്ചാല് വഴി എടപ്പഴശ്ശി വഴി വരാം. പേരാവൂർ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ മാലൂർ വന്നിട്ട് മാലൂർ കാഞ്ഞിരേരി റൂട്ടിൽ വന്നാൽ എത്തിപ്പെടാൻ പറ്റും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ സുമാർ 35 കിലോമീറ്ററാണ്. പിന്നെ നമ്മൾ പുതിയ കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ വളരെ അടുത്താണ്. ഒരു 7-8 കിലോമീറ്റർ ദൂരമേ എയർപോർട്ടിൽ നിന്നുള്ളൂ. നല്ല റോഡാണ്, നല്ല റോഡ് സൗകര്യമുണ്ട്. അമ്പലത്തിന് അടുത്തെത്തുമ്പോൾ ചെറിയൊരു റോഡ് പ്രശ്നമുണ്ടെങ്കിലും നല്ല വാഹന സൗകര്യമുള്ള റോഡ് തന്നെയാണ് മുഴുവനായിട്ട്. ഫോൺ നമ്പർ അമ്പലത്തിൽ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8075086631 80 ഒന്നുകൂടി പറയാം, 8075086631.